ജയശങ്കർ പ്രസാദിൻ്റെ ഐതിഹാസിക നാടകമായ സ്കന്ദഗുപ്തനിലെ ഒരു കഥാപാത്രമാണ് ദേവകി. ദേവകിയെക്കുറിച്ചുള്ള ടിപ്പണിയാണ് ഇന്ന് പറയുന്നത്. प्रसाद जी के ऐतिहासिक नाटकों के पात्र न केवल युगीन आदर्शों के प्रतिनिधि है बल्कि ആധുനിക യുഗ के दिग्दर्शक भी है. പ്രസാദിൻ്റെ ചരിത്ര നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ കേവലം യുഗത്തിൻ്റെ ആദർശ പ്രതിനിധികൾ മാത്രമല്ല, ആധുനിക യുഗത്തിൻ്റെ വഴികാട്ടികൾ കൂടിയാണ്. ദേവകി ആദർശ പത്നി ഹെ. ദേവകി ആദർശവതിയായ ഒരു പത്നിയാണ്. അനന്തദേവി മഹത്വാകാംക്ഷിനി വിദ്വേഷി സപത്നി ഹെ. അനന്തദേവി ഉന്നതമായ ലക്ഷ്യമുള്ളവളും വിദ്വേഷിനിയുമായ ഒരു സപത്നിയാണ്. ദേവസേന ആത്മത്യാഗിനി യുവതി ഹെ അവർ വിജയ വാസനാമയി ലക്ഷ്യഹീൻ ദുർബൽ നാരി ഹെ. ദേവസേന ആത്മത്യാഗിനിയായൊരു യുവതിയാണ്. വിജയ വാസനാമയും ലക്ഷ്യമില്ലാത്തതുമായ ഒരു ദുർബലയായ നാരിയാണ്. വാസനാമയി എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ലക്ഷ്യമില്ലാത്തൊരു ദുർബലയായ നാരിയാണ് വിജയ. देवगी के नाम का उपयोग प्रसाद जी ने शिलालेख के आधार पर किया है. ദേവകി എന്ന പേര് ശിലാലേഖനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജയശങ്കർ പ്രസാദ് ഉപയോഗിച്ചത്. പതി പ്രേം. ദേവകി മഗധ സാമ്രാട്ട് കുമാരഗുപ്ത की बेटी റാണി है. ദേവകി മഗധ ചക്രവർത്തിയായ കുമാരഗുപ്തൻ്റെ മൂത്ത റാണിയാണ്. സ്കന്ദഗുപ്ത की മാതാ होने का സൗഭാഗ്യ उन्हें प्राप्त हुआ है. സ്കന്ദഗുപ്തൻ്റെ അമ്മയാകാനുള്ള സൗഭാഗ്യം അവർക്ക് ലഭിച്ചു. കുമാരഗുപ്ത अपनी छोटी റാണി അനന്തദേവിക്ക് വസ്മേതെ. കുമാരഗുപ്തൻ തൻ്റെ ഇളയ റാണിയായ അനന്തദേവിയുടെ ചൊൽപ്പടിക്കായിരുന്നു. അതഹ പതിക്ക് ഓർസേഹം ഉന്നെ ഉപേക്ഷിതാസി പാത്തേഹെ. അതുകൊണ്ട് തന്നെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളായിട്ടാണ് നമ്മൾ ദേവകിയെ നാടകത്തിൽ കാണുന്നത്. देवकी आदर्श हिंदू गृहिणी है क्योंकि उपेक्षिता होते हुए भी पति की कल्याण कामना से उनका हृदय परिपूर्ण है. ദേവകി ഒരു ആദർശവതിയായ ഹിന്ദു ഗൃഹനാഥിയാണ്. കാരണം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ട് പോലും ഭർത്താവിനെ കുറിച്ചുള്ള ശുഭകാമനകളാണ് അവരുടെ ഹൃദയത്തിൽ നിറയെ. ഉസ് ഓർ സെ മൻമേ കളങ്ക് തക്കി നഹിലാത്തി. ഭർത്താവിനെ കുറിച്ച് തൻ്റെ മനസ്സിൽ ഒരല്പം പോലും കളങ്കമുണ്ടാകാൻ അവർ അനുവദിച്ചില്ല. परम ईश्वर परायण धार्मिक मनोवृत्ति. पति भक्ति के अलावा ईश्वर में अगाध विश्वास उनकी विशेषता है. ഭർത്തൃഭക്തിയല്ലാതെ ഈശ്വരനിൽ അഗാധമായ വിശ്വാസം അവരുടെ മറ്റൊരു സവിശേഷതയാണ്. ഉന്നെ കാരാഗാർമേ ഡാൽ ദിയാ ജാത്താ ഹെ. അവരെ കാരാഗൃഹത്തിൽ അടിക്കുന്നു. അതായത് അനന്തദേവിയും ഭടാർക്കും ഒക്കെ ചേർന്നിട്ട്. രാമ ഉൻകി ഹത്യ കർണേ കാ സമാചാർ ബതാത്തി ഹെ പർ ദേവകി അഡിംഗ് ഹെ. രാമ ദേവകിയെ കൊല്ലാൻ പോവുകയാണ് എന്ന വാർത്ത ദേവകിയോട് പറയുന്നു. എന്നാൽ ദേവകി ഉറച്ചു നിൽക്കുന്നു. യഹി കഹത്തി ഹെ ഭഗവാൻ കി സ്നിഗ്ധ കരുണ കാ ശീതൾ ധ്യാൻകർ. അവർ രാമയോട് ഇങ്ങനെ പറയുന്നു: ഈശ്വരൻ്റെ ശീതളമായ കരുണയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ധ്യാനിക്കുക. महादेवी स्वयं प्रकृति से उदार धर्मपरायण सत्यनिष्ठ निर्भीक और कोमल हृदय वाली है. മഹാദേവി സ്വയം ഉദാരമതിയും ധർമ്മപരായണയും സത്യനിഷ്ഠയുള്ളവളും നിർഭയയും കോമളമായ ഹൃദയമുള്ളവളും ആയിരുന്നു. ആദതായി ഉന്നെ ത്രസ്ത് നഹീം കർ സക്തെ. ശത്രുക്കൾക്ക് അവളെ ദുഃഖിപ്പിക്കാൻ കഴിയുകയില്ല. വിപത്തികാൽ മേ വഹ് ഭഗവാൻ കി കരുണ കാഹി അവലംബൻ മാംഗത്തി ഹെ. ആപത്കാലത്തും അവർ ഈശ്വരൻ്റെ കരുണ മാത്രമാണ് അവലംബിക്കുന്നത്. वह जघन्य अपराध करने वालों को क्षमा दंड से प्रतिबाधित कर उनकी आत्मा को स्ववश करने का संकल्प करती है. എത്ര നിന്ദനീയമായ കാര്യം ചെയ്യുന്നവരെയാണെങ്കിലും അല്ലെങ്കിൽ എത്ര ക്ഷമിക്കാനാത്ത അപരാധം ചെയ്യുന്നവരെയാണെങ്കിലും അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരുടെ ആത്മാവിനെ തൻ്റെ വശത്താക്കുന്നതിലാണ് അവർ വിശ്വസിക്കുന്നത്. ആത്മമര്യാദ एवं जीवन आदर्श की रक्षा के लिए प्राणों को विसर्जन करने में भी तैयार रहती है. ആത്മാഭിമാനത്തിനും ജീവിതത്തിൻ്റെ ആദർശത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോലും അവർ തയ്യാറാണ്. अनंतदेवी और भडार्क जो उसके सामने उसके प्राण लेने के लिए खड़े हैं उनकी दर्पमयी बातों पर थोड़ा भी विचलित न होकर दृढ़ता से उनकी प्रत्येक बात का मुखतोड़ उत्तर देती है. അനന്തദേവിയും ഭടാർക്കും അവരുടെ മുൻപിൽ വന്നുകൊണ്ട് അവരുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി അവരുടെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് അവരോട് വിഷം നിറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷം നിറഞ്ഞ വാക്കുകൾ തുപ്പുന്നു. അപ്പോൾ അല്പം പോലും വ്യതിചലിക്കാതെ അല്ലെങ്കിൽ അവരുടെ ആ വിഷം നിറഞ്ഞ വാക്കുകളിൽ അല്പം പോലും വ്യതിചലിക്കാതെ ദൃഢതയോടുകൂടി അവർക്ക് മുഖമടച്ച്
ദേവകി മറുപടി കൊടുക്കുന്നു. അനന്തദേവിക്ക് യഹ് പൂछने पर कि क्यों देवकी രാജസിംഹാസൻ लेने की स्पर्धा कहाँ हुई क्या हुई. അതായത് അനന്തദേവി ദേവകിയോട് ചോദിക്കുന്നു, അല്ല ദേവകി, രാജസിംഹാസനം നേടാനുള്ള മത്സരം എന്തുവരെയായി, എവിടം വരെയായി. ദേവകി ഉസ്ക നിർഭീകതാസെ ഉത്തർ ദേത്തി ഹെ. ദേവകി അതിന് ഉത്തരം നിർഭയത്വത്തോടു കൂടി കൊടുക്കുന്നു. പരമാത്മാ കി കൃപാ ഹെ കി मैं स्वामी के രക്ത കലുഷിത സിംഹാസൻ पर न बैठ सकते. ഈശ്വരന്റെ കൃപയാൽ സ്വാമിയുടെ കലുഷിതമായ സിംഹാസനത്തിൽ എനിക്കിരിക്കാൻ കഴിയില്ല. രാമ अपनी स्वामिनी देवकी के स्थान पर आददाइयों के हाथ ആത്മബലി देने को प्रस्तुत हो जाती है. രാമ തൻ്റെ സ്വാമിനിയായ ദേവകിയുടെ രക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കളുടെ കയ്യാൽ സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ടേക്ക് വരുന്നു. കിന്തു ദേവകി ഉസ്കെ ഇസ് ബാത്ത് കോ അപ്പനെ സിദ്ധാന്തോं के विरुद्ध पाकर ഉസ്ക വിരോധ കർത്തി ഹെ. അതായത് രാമ തനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് തൻ്റെ സിദ്ധാന്തങ്ങൾക്കെതിരാണെന്ന് കണ്ടുകൊണ്ട് അവർ അതിനെ എതിർക്കുന്നു. വഹ ഉൻ ആദദായിയോं के हाथों സ്വയം മർണേക്കോ പ്രസ്തുത് ഹോ ജാത്തി ഹെ. ശത്രുക്കളുടെ കയ്യാൽ സ്വയം മരിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവുന്നു. വഹ രാമ സേ കഹത്തി ഹെ. അവർ രാമയോട് പറയുന്നു, ശാന്ത് ഹോ രാമ, ദേവകി അപ്പനെ രക്തക്കെ ബദലെ അവർ കിസി കാ രക്ത നഹീ ഗിരാനാ ചാഹത്തി. ശാന്തമാകൂ രാമ, ദേവകി സ്വന്തം രക്തത്തിനു പകരം മറ്റാരുടെയെങ്കിലും രക്തം വീഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. ചൽ രേ രക്തക്കെ പ്യാസെ കുത്തെ ചൽ അപ്പന കാം കർ. വരൂ രക്തദാഹികളായ ചെന്നായ്ക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ കൊന്നോളൂ എന്നാണ് അവരോട് ദേവകി പറയുന്നത്. ഉസ്മേ സഹജ ഉദാരത ഭി ഹെ. അവരിൽ സ്വാഭാവികമായ ഉദാരതയുമുണ്ട്. ജബ് ഉസ്കി ഹത്യ ക ഗുപ്ത ഷഡ്യന്ത്ര രചനെ വാലെ ഭടാർക്ക് സർവനാംഗ് ആദി ന്യായാർത്ഥ स्कंदगुप्त के सामने प्रस्तुत किए जाते हैं, तब वह अपने पुत्र स्कंदगुप्त से यही कहती है, तुम्हारी माता की भी यह मंगल कामना है कि तुम्हारा शासन दंड क्षमा के आधार पर चला करे. അവരെ കൊല്ലുക എന്ന ഗൂഢാലോചന അല്ലെങ്കിൽ ദേവകിയെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തിയ ഭടാർക്കിനെയും സർവനാങ്കിനെയും ന്യായവിചാരണയ്ക്ക് വേണ്ടി സ്കന്ദഗുപ്തൻ്റെ മുന്നിൽ ഹാജരാക്കുന്നു. ആ സമയത്ത് തൻ്റെ പുത്രനായ സ്കന്ദഗുപ്തനോട് ദേവകി പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ മാതാവിൻ്റെ ആഗ്രഹം നിന്റെ ഭരണം ക്ഷമയാകുന്ന ശിക്ഷയെ അടിസ്ഥാനമാക്കി തുടർന്നു പോകണം എന്നാണ്, അല്ലെങ്കിൽ ക്ഷമയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണം നീ നടത്തണമെന്നാണ് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നത്. ആദ്യമായും സബ്കെ ലിയെ ക്ഷമാ പ്രാർത്ഥിനിഹും. ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി നിന്നോട് ക്ഷമ ചോദിക്കുന്നു. വസ്തുതഃ ദേവകി ക അധികാംശ ജീവൻ ദുഃഖമായി ഹി രഹതാ ഹെ. വസ്തുതാപരമായി ദേവകിയുടെ ജീവിതം, ഒട്ടുമിക്ക ജീവിതവും ദുഃഖം നിറഞ്ഞത് തന്നെയായിരുന്നു. ഉസേ പതി വ പുത്ര ദോനോങ്കെ പൂർണ്ണ സുഖവും സെ വഞ്ചിത് രഹിന പഡ്താ ഹെ. ഭർത്താവിൻ്റെയും പുത്രൻ്റെയും രണ്ടുപേരുടെയും സുഖങ്ങളിൽ നിന്നും അവർ വഞ്ചിതയാക്കപ്പെടുന്നു. एक और प्रौढ़ावस्था में वह पति का विलास प्रियता और सपत्नी की कूटनीति से पति सुख के पूर्ण अधिकारिणी नहीं रहते. ഒരു വശത്ത് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ വിലാസപ്രിയതയും അല്ലെങ്കിൽ സുഖലോലുപതയും സപത്നിയുടെ ഗൂഢാലോചനയും കാരണം പതിസുഖത്തിൽ നിന്ന് പൂർണ്ണമായി വഞ്ചിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പതിസുഖം അവർക്ക് തീരെ ലഭിക്കുന്നില്ല. दूसरी ओर पुत्र वियोग का असह्य वेदना से उसे प्राण त्याग करने पड़ता है. മറുവശത്ത് പുത്രവിയോഗം എന്ന അസഹ്യമായ വേദനയിൽ അവർക്ക് തൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വരുന്നു. ദേവകിമേ പുത്ര പ്രേം ഭി ബഹുത് പ്രബൽ ഹെ. ദേവകിയിൽ പുത്രസ്നേഹം വളരെ പ്രബലമാണ്. उनके हृदय की सारी ममता स्कंदगुप्त के चारों ओर सिमट कर रह गई है. അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ മമതയും സ്കന്ദഗുപ്തനിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. बंदीगृह में जब भडार्क उनसे भगवान का अंतिम स्मरण करने को कहता है, तब माता के हृदय से उठता है, मेरे अंदर की करुणा कामना एक थी कि स्कंदगुप्त को देख लो. ബന്ദിഗൃഹത്തിൽ ഭടാർക്കൻ അവസാനമായി ഈശ്വരനെ ഓർക്കാൻ വേണ്ടി ദേവകിയോട് പറയുന്നു. ആ സമയത്ത് അവരുടെ മുഖത്ത് നിന്നും വന്ന വാക്കുകൾ ഇതാണ്: മേരെ അന്തർ കി കരുണാകാമന ഏക് ഥി കി സ്കന്ദഗുപ്തക്കോ ദേഖിലോ. എൻ്റെ ഉള്ളിൽ ഒരേയൊരു കരുണാകാമന, ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് സ്കന്ദഗുപ്തനെ കാണണമെന്നത്. ദേവകിക്ക് പ്രാൺ ഭി പുത്രപ്രേം സേ നികൽത്തെ ഹെ. ദേവകിയുടെ ജീവൻ പോകുന്നതും പുത്രസ്നേഹത്താൽ തന്നെയാണ്.
कमला के सामने जब फडार्क कुंभा नदी की लहरों में स्कंदगुप्त के विलीन होने की बात कहता है, तब देवकी के मुख से निकलता है, मेरा स्कंदगुप्त, मेरा प्राण। और वहीं उनकी जीवन लीला समाप्त हो जाती है। കമല, അതായത് ഫഡാർക്കൻ്റെ അമ്മയായ കമലയോട് കുംഭാ നദിയുടെ ഓളങ്ങളിൽ സ്കന്ദഗുപ്തൻ അലിഞ്ഞുപോയി എന്ന കാര്യം ഫഡാർക്ക് പറയുന്നു. ആ സമയത്ത് ദേവകിയുടെ മുഖത്തു നിന്നും വരുന്ന വാക്കുകൾ ഇവയാണ്: മേരാ സ്കന്ദഗുപ്ത, മേരാ പ്രാൺ. അതോടെ അവരുടെ ജീവിതലീലയും അവിടെ അവസാനിക്കുന്നു. സ്നേഹ്, ദയ, മമത, ഈശ്വർ നിഷ്ഠ की പ്രതിമൂർത്തി ഹേ ദേവതി. സ്നേഹത്തിൻ്റെയും ദയയുടെയും മമതയുടെയും ഈശ്വരനിഷ്ഠയുടെയും പ്രതിരൂപമാണ് ദേവകി. വഹ് ആദർശ പത്നി അവർ സ്നേഹമയി മാം ഹേ. അവർ ആദർശവതിയായൊരു ഭാര്യയും സ്നേഹമതിയായ അമ്മയും സ്നേഹമയിയായ അമ്മയുമാണ്. ദ്വേഷ് അവർ ഛൽക്കോ നഹി ജാൻതി. വെറുപ്പും ചതിയും അവർക്കറിയില്ല. ദേവകി ജയ്സി ഗംഭീർ അവർ ഉദാർ നാരി സൃഷ്ടി സ്കന്ദഗുപ്ത് കെ നാടകമേ ദൂസരി നഹി ഹേ. ദേവകിയെ പോലെ ഗാംഭീര്യമാർന്നതും ഉദാരമതിയുമായ മറ്റൊരു സ്ത്രീ കഥാപാത്രം സ്കന്ദഗുപ്ത നാടകത്തിൽ വേറെയില്ല. तथा धातुसेन ने उसकी प्रशंसा करते हुए उचित ही कहा है. ധാതുസേനൻ അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് ഉചിതം തന്നെയാണ്. ആര്യ നാരി സതി, തും ധന്യ ഹോ. ഇസി ഗൗരവ് സെ തുമാരെ ദേശ് കാ സർ ഊഞ്ചാ രഹേഗ.